കുറേ നാൾ മുമ്പാണ് ശങ്കരനാരായണ പിള്ളയും കുടുംബവും കൂടി നാഷണൽ ഹൈവേയിലൂടെ ഒരു ടാക്സിക്കാറിൽ തിരുവനന്തപുരത്തു നിന്ന് കുറ്റാനം എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പിള്ള മുൻസീറ്റിൽ കനത്ത മുഖവുമായിരുന്നു. പിൻസീറ്റിൽ ഭാര്യ കമലമ്മയും മകൾ ശൈലജയും മകളുടെ ഭർത്താവ് സോമൻ നായരും അവരുടെ കുട്ടി പ്രീതിയും. എല്ലാവരുടെയും മുഖങ്ങളിൽ ഗൗരവവും കണ്ണുനീരിൻ്റെ ലേശം നനവും. കുടുംബത്തിൽ ഏറെ കാലത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു മരണം എന്നതിനപ്പുറം അങ്ങനെ വല്ലാതെ ദുഃഖിക്കത്തക്കവണ്ണം ഒന്നും സംഭവിച്ചിരുന്നില്ല. ശങ്കരനാരായണ പിള്ളയുടെ അപ്പച്ചി, അതായത് അച്ഛൻ്റെ സഹോദരി KM ഗൗരമ്മയാണ് 73ാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായി ചരമമടഞ്ഞത്. പിള്ള കൂടി എത്തിയിട്ടേ ശവദാഹം നടക്കൂ എന്ന സന്ദേശം കിട്ടിയപ്പോൾ ഇമ്മാതിരി അവസരങ്ങളിൽ സാധാരണ പ്രദർശിപ്പിച്ചു പോരാറുള്ള ധൃതിയും പരിഭ്രമവും ഒക്കെ നിറച്ച് ടാക്സി പിടിച്ച് പുറപ്പെട്ടു എന്നേയുള്ളൂ. പാരിപ്പള്ളിക്കടുത്തെത്തിയപ്പോൾ പിള്ളയുടെ മനസ്സ് എവിടെയൊക്കെയോ പാറിപ്പറന്ന് അപ്പച്ചിയിൽ വന്നു വീണു. അച്ഛൻ മരിക്കുന്നതുവരെ അവരുമായുള്ള ബന്ധം ഏറെക്കുറെ സുദൃഢമായിരുന്നു എന്നു തന്നെ പറയാം. അതിനുശേഷവും ഇടയ്ക്കൊക്കെ അവധിക്ക് പോകുമ്പോൾ കാണുമായിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് ഒരോണത്തിന് മുണ്ടും കൊണ്ട് ചെന്നപ്പോഴാണ്. കസുവ് കരയുള്ള മുണ്ട് നിവർത്തി നോക്കിയിട്ട് അപ്പച്ചി ചോദിച്ചു, "ഇനിയിപ്പോൾ എന്തിനാടാ കുഞ്ഞെ എനിക്ക് കസവും നേരിയതുമൊക്കെ? അപ്പച്ചിക്ക് പുറത്തു പോകുമ്പോൾ ഉടുത്തുകൂടെ?" "ഓ, ഇനിയിപ്പോൾ പോവാൻ ഒരിടമേയുള്ളൂ." അപ്പച്ചി അത് പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ പിള്ളയ്ക്കും മനസ്സ് നൊന്തു. കുട്ടിക്കാലത്ത് പിള്ളയെയായിരുന്നു അപ്പച്ചിക്ക് സ്വന്തം മകൻ പ്രഭാകരനേക്കാൾ ഇഷ്ടം. ഭാവിയിൽ തൻ്റെ മകളുടെ രക്ഷിതാവായി അപ്പച്ചി അന്ന് കണ്ടിരുന്നതും ശങ്കരൻ നാരായണൻ തന്നെയായിരുന്നു. അന്യവിചാരത്തോടെ പെണ്ണൊരുത്തിയുടെ ദേഹത്ത് ആദ്യമായി സ്പർശിച്ചത് അവളുടെ മേനിയിലാണ്. കൈനക്കരിക്കാരൻ ഗോവിന്ദക്കുറുപ്പ് എന്ന ഭൂവുടമയ്ക്ക് ഒടുവിൽ അവളെ കല്യാണം കഴിച്ചയച്ചപ്പോൾ താൻ ആത്മഹത്യയെപ്പറ്റി കാര്യമായി ചിന്തിച്ചതുപോലുമാണ്. 30-35 വർഷങ്ങൾക്ക് മുമ്പത്തെ ആ വിയർപ്പു തുള്ളിയുടെ സ്വാദ് ഇപ്പോഴും നാവിൽ വന്നു നിറയുന്നത് പോലെ ശങ്കരൻ നാരായണ പിള്ളയ്ക്ക് തോന്നി. തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളേറെയായെങ്കിലും അവളുടെ മുഖം ഇപ്പോഴും വ്യക്തമായി മനസ്സിലെത്തുന്നു. ഇന്ന് തീർച്ചയായും അവളെ കണ്ടുമുട്ടാതിരിക്കുകയില്ല. അമ്മ മരിച്ചതല്ലേ, വരും. കരഞ്ഞു നിലവിളിച്ച മുഖവുമായി അമ്മയുടെ ശരീരത്തിനരികിൽ കുമ്പിട്ടിരിക്കുന്ന അവളുടെ രൂപം ഇപ്പോഴേ കാണാമെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ശങ്കരനാരായണ പിള്ളയുടെ മുൻപിൽ ഒരിടിമിന്നൽ പോലെ ഒരു ചോദ്യം വന്നു വീണത്. എന്താണ് അവളുടെ പേര്? അവളുടെ പേര് ഓർത്തു കിട്ടാൻ വൈകുന്തോറും പിള്ളയുടെ മനസ്സും കിതച്ചു തുടങ്ങി. എന്തായിരുന്നു അവളുടെ പേര്? എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും ആ പേര് ഓർമ്മ വരുന്നില്ല. പൊടിമോളെന്ന് വിളിക്കുമായിരുന്നെങ്കിലും അതൊരു ചെല്ലപ്പേര് മാത്രമായിരുന്നല്ലോ അവളുടെ ശരിയായ പേര്. കുറ്റാനം എത്തുന്നതുവരെയും അയാൾക്ക് ആ പേര് കിട്ടിയില്ല. തനിക്കെന്തോ താൽക്കാലികമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്ന് പിള്ളയ്ക്ക് തോന്നി. പൊതുവെ ഓർമ്മയുടെ കാര്യത്തിൽ താനൊരു വമ്പനാണെന്നാണ് വയ്പ്. സെക്രട്ടേറിയറ്റിൽ ഒപ്പം ഉദ്യോഗം നോക്കുന്നവർ പലരും സംശയ നിവർത്തിക്കായി സമീപിക്കുന്നത് പിള്ളയെയാണ്. ഓർമ്മയിൽ നിന്ന് അയാൾ പറയുന്നത് രണ്ടാമതൊന്ന് ഒത്തുനോക്കുക കൂടി ചെയ്യാതെ അവരെല്ലാം വേദവാക്യമായി എടുക്കാറുണ്ട്. ഒരു നിഘണ്ടുവിൻ്റെയോ എൻസൈക്ലോപീഡിയയുടെയോ വിശ്വാസ്യത തനിക്കുണ്ടെന്ന് പിള്ളയ്ക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള തനിക്കാണ് ഇപ്പോഴീയൊരു പേര് ഓർത്തെടുക്കാൻ കഴിയാത്തതെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനാകെ പരിഭ്രമമായി. അപ്പച്ചിയുടെ മരണവും അതിനോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളും അതോടെ പിൻനിരയിലേക്ക് തള്ളപ്പെട്ടു. ഒരു പേരിനു വേണ്ടി, ഒരു ലളിത പദത്തിനു വേണ്ടി അയാളുടെ മനസ്സ് നിലയറ്റ വെള്ളത്തിൽ തുഴഞ്ഞു. ശവദാഹത്തിൻ്റെ ചടങ്ങുകൾക്കിടയിൽ കോടിയിടാൻ ചെന്നപ്പോൾ അവളെ ഒരു നോക്കു കണ്ടു. ബന്ധുക്കളും പഴയ പരിചയക്കാരും ചോദിച്ച കുശലങ്ങൾക്കെല്ലാം യാന്ത്രികമായി മറുപടി പറഞ്ഞു. അവരിൽ മിക്കവരുടെയും പേരുകൾ ഓർമ്മയിൽ വന്നിട്ടും അവളുടെ പേര് മാത്രം ഓർക്കാൻ കഴിയുന്നില്ല എന്നത് അയാളിൽ സങ്കടവും പരിഭ്രാന്തിയും വളർത്തി. പിറ്റേന്ന് മടങ്ങി. മടക്കത്തിലും ആദി വിട്ടുമാറിയിരുന്നില്ല. മറ്റാരുടെ പേര് മറന്നാലും അവളുടെ പേര് മറക്കാൻ പാടുള്ളതാണോ? എത്ര പ്രാവശ്യം ഉരുവിട്ട പേരാണ്, എത്ര സ്വപ്നങ്ങളിൽ മന്ത്രിച്ച നാമമാണ്. ലോകത്തിലുള്ള എല്ലാ സ്ത്രീകളുടെ പേര് മറന്നാലും ആദ്യം മനസ്സിൽ വന്നു വീണ അവളുടെ പേര് മറക്കാൻ തനിക്ക് എങ്ങനെ കഴിയുന്നു? തിരികെ വന്ന് സെക്രട്ടേറിയറ്റിലെ ജോലിയിൽ പ്രവേശിച്ചപ്പോഴും മനസ്സ് ആ സമസ്യയിൽ തന്നെ ഉടുക്കി കിടന്നു.
അവളുടെ പേര് മറന്നതിലുള്ള കുറ്റബോധമോ മനസാക്ഷിക്കുത്തോ ആയിരുന്നില്ല പിള്ളയെ പ്രധാനമായും അലട്ടിയത്. തൻ്റെ ഓർമ്മശക്തിക്ക് സാരമായി എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. വേണമെങ്കിൽ കമലമ്മയോട് ചോദിച്ചാൽ അറിയാവുന്നതേയുള്ളൂ. പക്ഷേ തൻ്റെ ആദ്യ പ്രണയത്തെപ്പറ്റി ഏതാണ്ടെല്ലാം കേട്ടുവെച്ചിട്ടുള്ള അവളോട് ഇപ്പോഴീ വൈകിയ വേളയിൽ ആ പേര് തിരക്കുന്നതിലെ അഭംഗിയും അത് വരുത്തിവെച്ചേക്കാവുന്ന മറ്റപകടങ്ങളും മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുന്നതുകൊണ്ട് പിള്ള ആ സാഹസത്തിനൊരുമ്പെട്ടില്ല. തന്നെയുമല്ല, പരസഹായമില്ലാതെ ആ പേര് ഓർത്തെടുക്കണം എന്നതൊരു വാശിയായി പിള്ളയെ പിന്തുടരാൻ തുടങ്ങി. മനസ്സ് എപ്പോഴും ആ ഒരു ബിന്ദുവിൽ തന്നെ ഉടക്കി നിർത്തിക്കൊണ്ട് അയാൾ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ അത് കൂടുതൽ കുഴപ്പങ്ങൾ വഴിവെക്കുകയാണുണ്ടായത്. പൊതുവെ കൂർമ്മബുദ്ധിയായ അയാൾ തൻ്റെ എല്ലാ ശേഷിയും ഒരൊറ്റ മുനയിലേക്ക് ആവാഹിച്ചു നിർത്തിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങിയപ്പോൾ സഹപ്രവർത്തകർക്കും വീട്ടുകാർക്കും അമ്പരപ്പും ഇച്ഛാഭംഗവും സൃഷ്ടിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി വന്നു. ഏത് ഫോൺ നമ്പറും നാവിൻ തുമ്പിൽ നിന്നെന്ന പോലെ എടുത്തുകൊണ്ടിരുന്ന ആളാണ് ശങ്കരൻ നാരായണൻ പിള്ള. ഒപ്പം ജോലിയുള്ളവർ ടെലിഫോൺ ഡയറക്ടറിയെ ആശ്രയിക്കാതെ മിക്കപ്പോഴും പിള്ളയോട് ചോദിച്ചാണ് നമ്പറുകൾ എടുത്തിരുന്നത്. പഴയ ശീലം വെച്ചുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ പിള്ള ഉറക്കത്തിലെന്ന പോലെ ഞെട്ടിയുണർന്ന് ഫോൺ നമ്പറുകൾക്കായി പതറി. പലപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊടുത്ത നമ്പറുകൾ തെറ്റായി മാറി. ബാലിശമായ തെറ്റുകൾ ഉണ്ടാവുന്നത് മേലുദ്യോഗസ്ഥന്മാർ ആദ്യം സഹതാപപൂർവവും പിന്നെ പിന്നെ കർശനമായും ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. വീട്ടിലും സംഭവിച്ചു അബദ്ധങ്ങൾ പലതും. 23 ദിവസത്തെ ക്ലേശങ്ങൾക്കും മനോവിഷമത്തിനും അപമാനങ്ങൾക്കും ശേഷം അയാൾക്ക് ആ പേര് ഒരു വിളിപാട് പോലെ കിട്ടി, വനജ. പ്രായാധിക്യം കാരണമല്ല തനിക്ക് ഓർമ്മ തകരാറുണ്ടായതെന്നും പിള്ളയ്ക്ക് അറിവുണ്ടായിരുന്നു. റിട്ടയർ ചെയ്യാൻ ഇനിയും 3-4 വർഷങ്ങൾ കിടക്കുന്നു. വായിക്കാൻ കണ്ണട ഉപയോഗിച്ച് തുടങ്ങിയത് തന്നെ വളരെ അടുത്ത കാലത്താണ്. അങ്ങിങ്ങ് ഓരോ നര കാണാമെന്നല്ലാതെ പറ്റേ നരച്ചു എന്ന് പറയാറായിട്ടില്ല. പല്ലിനും ക്ഷയമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഈ ഓർമ്മത്തെറ്റുകൾ? തനിക്ക് നേരിട്ടിരിക്കുന്ന ഈ അത്യാപത്ത് മറ്റൊരാളും അറിയരുതെന്ന് സ്വാഭാവികമായി പിള്ള ആഗ്രഹിച്ചു. രഹസ്യമായി ഓർമ്മശക്തിയെയും നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും കുറിച്ചുള്ള ബുക്കുകൾ വാങ്ങി വായിച്ചു. അമിതമായി പുകവലിക്കുന്നവരിൽ ഒരു ചെറിയ ശതമാനത്തിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എവിടെയോ വായിച്ചതോടെ വല്ലപ്പോഴും പുകവലിക്കുന്ന ശീലവും ഉപേക്ഷിച്ചു. ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തകരാൻ തുടങ്ങിയത് പെട്ടെന്നായിരുന്നു. പിള്ളയ്ക്ക് എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥന്മാരും രഹസ്യമായി പരസ്പരം പറഞ്ഞു. ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അക്കാര്യം മറന്ന് കമ്പോളത്തിൽ പോയി ഒരു സഞ്ചി നിറയെ പച്ചക്കറിയും വാങ്ങി മടങ്ങിയെത്തിയ ദിവസം ഭാര്യ ഞെട്ടി നിന്നുപോയി. ദശാബ്ദങ്ങളായി മുടങ്ങാതെ ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പ് മാറി വേറൊരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്നത് കാരണം പിന്നെയൊരിക്കൽ ഓഫീസിലെത്താൻ വൈകി. വേറൊരു തവണ മുകളിലേക്ക് ഏറ്റവും അത്യാവശ്യമായി അയക്കേണ്ട ഒരു ഫയൽ അവിടെ എത്താതെ ഓഫീസ് മുഴുവൻ കീഴ്മേൽ മറിച്ചു തിരയേണ്ടി വന്നു. രാത്രിയിൽ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ബ്രീഫ് കേസിൽ ആ ഫയലിരിക്കുന്നു. ഇങ്ങനെ 100 സംഭവങ്ങൾ കാരണം ഓഫീസ് ജീവിതം ദുസ്സഹവും അപഹാസ്യവുമായി തുടങ്ങിയപ്പോൾ ആരോടും ആലോചിക്കാതെ ഒടുവിൽ ശങ്കരനാരായണ പിള്ള വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് സർവീസിൽ നിന്ന് വിരമിച്ചു. അക്കാര്യം മറന്ന് പിറ്റേന്ന് യാന്ത്രികമായി ഓഫീസിലേക്ക് പുറപ്പെട്ടെങ്കിലും ബസ്സിൽ വെച്ച് സംഗതി ഓർക്കാനിട വന്നതുകൊണ്ട് ഒരു വലിയ ചളിപ്പ് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഭർത്താവിന് പുറമേ കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തവും ഭീകരവുമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇതിനോടകം കമലയ്ക്കും ശൈലജയ്ക്കും ശൈലജയുടെ ഭർത്താവ് സോമൻ നായർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആദ്യം അമ്പരപ്പും പരിഭ്രാന്തിയും തോന്നിയെങ്കിലും പോകെ അവരാ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു. മാസാരംഭത്തിൽ പെൻഷൻ വാങ്ങാൻ പോകേണ്ട കാര്യം പിള്ള മറന്നുപോകാതെ ഭാര്യ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടും കണക്കും കാര്യവും തെറ്റുന്നെന്ന് കണ്ട് സംഗതി ഒരു ദേശസാൽകൃത ബാങ്ക് വഴിയാക്കി. പിള്ളയുടെ മറവിക്ക് ഇതിനിടെ പുതിയ രൂപഭാവങ്ങൾ കൈവന്നിരുന്നു. ഉദാഹരണത്തിന് പിള്ള പെൻസിൽ കാണുന്നു എന്ന് വയ്ക്കുക. ശീലം കൊണ്ടെന്ന പോലെ പെൻസിലിനടുത്ത് അദ്ദേഹം മുന ചെത്തുന്നു. ചെത്തിക്കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന വസ്തുവിൻ്റെ പേര് മറന്നു പോകുന്നു. ഒരു പെൻസിൽ കാണിച്ചിട്ട് മറ്റാരോടെങ്കിലും ഇതിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുന്നതിൻ്റെ അനൗചിത്യത്തെപ്പറ്റി ബോധമുള്ളതുകൊണ്ട് അദ്ദേഹം തൻ്റെ അങ്കലാപ്പ് ആരെയും അറിയിക്കാതെ കൊണ്ടു നടക്കുന്നു. ഒടുവിൽ എപ്പോഴെങ്കിലും പെൻസിൽ എന്ന വാക്ക് മനസ്സിൽ തട്ടുമ്പോൾ നിധി കിട്ടിയതുപോലെ ആഹ്ലാദിക്കുകയായിരുന്നു.
ഇങ്ങനെ മേശ, കസേര, കണ്ണട, ജനാല, കുളിമുറി, റോസപ്പൂവ്, ശൗചം ചെയ്യേണ്ട കൈ, സ്കൂട്ടർ, കർച്ചീഫ് തുടങ്ങി സമസ്ത വസ്തുക്കളും പിള്ളയെ അലട്ടാൻ തുടങ്ങി. ഭാര്യയുടെയും മരുമകൻ്റെയും കൂടെ ഒരിക്കൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടെങ്കിലും കുറേ ന്യൂറോബയോൺ ഗുളികകൾ തിന്നു എന്നല്ലാതെ അതുകൊണ്ടും പ്രയോജനമേതുമുണ്ടായില്ല. ഒരിക്കൽ ബോംബെയിൽ ജോലിയുള്ള മകനും കുടുംബവും അവധിക്ക് വന്നപ്പോൾ പിള്ളയ്ക്ക് മകൻ്റെ പേര് ഓർക്കാൻ കഴിയാതെ വന്നത് കമലമ്മയെ കുറേ കരയിപ്പിച്ചു. മകൻ്റെ ഭാര്യയുടെയും അവരുടെ കുട്ടികളുടെയും പേരുകൾ കൃത്യമായി പറഞ്ഞ പിള്ളയ്ക്ക് ചുമതലാബോധത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്ന ആ പിതാവിന് മകൻ്റെ പേര് മാത്രം ഉടനെയൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. വർഷങ്ങൾ നീങ്ങിയതോടെ മറവിയുടെ കോട്ടയ്ക്കുമേൽ പുതിയ പൂപ്പലുകൾ മുളച്ചു. പരിചിതങ്ങളായ മുഖങ്ങൾ കണ്ടാൽ പോലും പിള്ളയ്ക്ക് അതാരാണെന്ന് ഓർത്തെടുക്കാൻ വയ്യാത്ത അവസ്ഥയായി. പിന്നെ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം ആളെ പിടികിട്ടുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരാൻ തുടങ്ങുന്നതും സാധാരണമായി. അതിഥികൾ, ബന്ധുക്കൾ മറ്റും വരുമ്പോൾ അവരെ മുന്നിലേക്ക് നീക്കി നിർത്തി "ഇതാരാ, പറയാമോ" എന്ന മട്ടിൽ ഭാര്യയോ മോളോ ചോദിക്കുന്നതും പിള്ള ഉത്തരം കിട്ടാതെ കുഴങ്ങുന്നതും ആ വീട്ടിൽ നിത്യസംഭവങ്ങളായി. ഒരിക്കൽ സോമൻ നായർ ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പിള്ള വഴി തടഞ്ഞു നിന്ന് "ആരാ, മനസ്സിലായില്ലല്ലോ" എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നീണ്ടു നിന്ന കൂട്ടച്ചിരിക്ക് വഴിയൊരുക്കി. പക്ഷേ ആ ചിരി പോലും പിള്ളയെ നോവിച്ചില്ല. കാരണം അപ്പോൾ തന്നെ അദ്ദേഹം അത് മറന്നു കഴിഞ്ഞിരുന്നു. മറന്ന് പിള്ള തീർത്തും മറവിയുടെ ലോകത്തായി. ചിലപ്പോൾ താൻ ആരാണെന്നും തൻ്റെ പേരെന്താണെന്നും ഓർത്തെടുക്കാൻ അദ്ദേഹം ആഴ്ചകളെടുത്തു. കണ്ണടച്ച് കിടന്ന ആ അഴിയാക്കുരുക്കിൻ്റെ കെട്ടുകളിൽപ്പെട്ട് അദ്ദേഹം വലഞ്ഞു. തൻ്റെ അമ്മ, അച്ഛൻ, അനിയത്തി, കുട്ടിക്കാലം, ഓഫീസിലെ കൂട്ടുകാർ, സ്വന്തം വീട്ടിലെ മുറികൾ, നിറങ്ങൾ എന്നിങ്ങനെ എല്ലാം ക്രമേണ മറവിയുടെ തിരശീലയ്ക്കപ്പുറത്തായി. ഒരിക്കൽ പച്ചയും കറുപ്പും തമ്മിൽ വേർതിരിച്ചു പറയാൻ കഴിയാതെ അദ്ദേഹം കൊച്ചുമോൾ പ്രീതിയുടെ മുൻപിൽ പരിഹാസപാത്രമായി. വല്ലപ്പോഴും മാത്രം കാറും കോളുമില്ലാതെ തെളിഞ്ഞ പകലിൽ വെട്ടുന്ന വെള്ളിടി പോലെ ഏതെങ്കിലും ഒരു സംഭവമോ മുഖമോ പേരോ മനസ്സിലേക്ക് പാറി വീഴുമ്പോൾ അദ്ദേഹം അത്യാഹ്ലാദം കൊണ്ട് ചിരിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ വീട്ടിൽ പിള്ളയുടെ ചിരിക്കോ കരച്ചിലിനോ അർത്ഥമില്ലാതായിരുന്നു. ആ നാളിലൊരിക്കൽ ഒരത്ഭുതം സംഭവിച്ചു. കുറ്റാനത്തുനിന്ന് വന്ന ഒരു പഴയ ബന്ധുവിനെ ഒറ്റ നോട്ടത്തിൽ പിള്ള തിരിച്ചറിഞ്ഞു. 20ഓളം വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ മനുഷ്യൻ്റെ പേരും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം ഒറ്റയടിക്ക് പിള്ളയുടെ മനസ്സിലേക്ക് ഓടിക്കയറി. നമ്മൾ എന്ന അവസാനം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? പിള്ളയുടെ ഓർമ്മക്കുറവ് ഇതിനോടകം പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നതുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബന്ധു സഹതാപം കെനിയുന്ന സ്വരത്തിൽ അന്വേഷിച്ചു. പിള്ളയ്ക്ക് ഓർമ്മ വന്നു. തൻ്റെ അപ്പച്ചി KM ഗൗരിയമ്മ എന്ന വനജയുടെ അമ്മയുടെ മരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ വ്യക്തിയെ ഒടുവിൽ കണ്ടത്. പരമേശ്വരൻ നായർ എന്നു പേരുള്ള ഈ മനുഷ്യൻ അക്കാലത്ത് കുട്ടികളുണ്ടാകാതിരുന്നതിനെ ചൊല്ലി സന്താപം അനുഭവിക്കുന്ന കാലമായിരുന്നു. അന്നത്തെ സംഭാഷണത്തിനിടയിൽ മണ്ണാറശാലയിൽ ഉരുളിക്കമഴ്ത്തുന്നതിനെപ്പറ്റി പരാമർശമുണ്ടായിരുന്നു. എല്ലാം പകൽ പോലെ തെളിഞ്ഞു വരുന്നു. ഓർമ്മയില്ല അല്ലേ? പരമേശ്വരൻ നായർ ബധിരന്മാരോട് ചോദിക്കുന്ന പോലെ ശബ്ദമുയർത്തി ചോദിച്ചു. ഇല്ല. പിള്ളയ്ക്ക് അപ്പോഴാണ് പറയാൻ തോന്നിയത്. അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ടായിരുന്നു. ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ പിള്ളയ്ക്ക് തീരെ താല്പര്യം തോന്നിയില്ല. പകരം ഓർമ്മയുടെ വാതിലുകൾ തുറന്നു കിട്ടിയത് എത്രത്തോളമുണ്ടെന്ന് പരിശോധിക്കാനായിരുന്നു അദ്ദേഹത്തിന് തിടുക്കം. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ ഊറ്റത്തോടെ പിള്ളയുടെ മനസ്സിലേക്ക് ഭൂതകാലം ഇരച്ചു കടന്നു വന്നു. ഇപ്പോൾ കടന്നു പോകുന്ന വർഷങ്ങളിലെ കൊച്ചു സംഭവങ്ങൾ പോലും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നു. ബോംബെയിൽ ജോലി നോക്കുന്ന മകൻ സതീഷ് ബാബു അവിടെ സ്ഥിരതാമസമാക്കിയപ്പോൾ ക്ഷണിച്ചുകൊണ്ടെഴുതിയ കത്തിലെ വാചകങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തി. കൈനകരിക്കാരൻ ഗോവിന്ദക്കുറുപ്പുമായി കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞ് തൻ്റെ മുന്നിൽ നിന്ന് വിങ്ങിക്കരയുന്ന വനജയുടെ കണ്ണുനീരിൻ്റെ ചവർപ്പ് ചുണ്ടിലെത്തി. പിന്നെയും പുറകോട്ട് പോയപ്പോൾ കുട്ടിക്കാലത്ത് പാടങ്ങളുടെ നടുവിലൂടെ സ്കൂളിലേക്ക് പോയതും ഒരിക്കൽ മടങ്ങി വരവേ ഒരു വലിയ നീർക്കോലി നിലവിളിക്കുന്ന തടിയൻ തവളയെ പാതി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതും കണ്ട് പേടിച്ചോടിയതും വ്യക്തമായി ഓർത്തു. ഓർമ്മയുടെ ആകസ്മികമായ ആ മടങ്ങിവരവിൽ നീന്തി പോയപ്പോൾ 2 വയസ്സിൽ കടിച്ച അമ്മിഞ്ഞപ്പാൽ വയറ്റിൽ കിടന്ന് പിരിഞ്ഞു കവിട്ടിയതും അമ്മ അത് മുണ്ടിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു കളഞ്ഞതും വീണ്ടും കണ്ടു.
പക്ഷെ പിള്ള ആരോടും ഈ സംഭവ വികാസത്തെപ്പറ്റി പറയാൻ പോയില്ല. അവാച്യമായ ആഹ്ലാദത്തോടെ ഓർമ്മയുടെ കല്ലറകൾ ഓരോന്നായി തുറന്നു പരിശോധിച്ച് പണ്ടു പഠിച്ച ഏതോ കുട്ടിപ്പാട്ടും മൂളി അദ്ദേഹം അങ്ങനെ കിടന്നു. ഊണ് സമയമായപ്പോൾ ഊണ് കഴിക്കാനുള്ള നേരമായി എന്ന് അദ്ദേഹം ഓർത്തു. എങ്കിലും പതിവ് തെറ്റിക്കാൻ പോയില്ല. ഭാര്യ വന്ന് വിളിച്ചിട്ടേ ഉണ്ണാൻ പോയുള്ളൂ. ഊണ് കഴിഞ്ഞ് പതിവുള്ള ഉച്ചമയക്കത്തിനായി കിടക്കുമ്പോൾ വേറൊരു അത്ഭുതം കൂടി സംഭവിച്ചു. അപ്പോഴേക്കും കുഞ്ഞുനാൾ മുതൽ ഇതപര്യന്തമുള്ള സംഭവങ്ങൾ മുഴുവൻ മനസ്സിൽ വന്നു നിരന്നു കഴിഞ്ഞിരുന്നു. ഏതു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തൊട്ടെടുക്കാം എന്നൊരവസ്ഥ. അതിനോടൊപ്പം മനസ്സ് ഭാവിയിലേക്കും പിച്ചവെക്കാൻ തുടങ്ങുന്നത് പിള്ള അറിഞ്ഞു. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പായി വീട്ടിൽ കൈയും കാലിനും ബാൻഡേജ് ഇട്ട ഒരാൾ കയറി വരുമെന്ന് അദ്ദേഹം കണ്ടു. അപ്പോഴുയരുന്ന നിലവിളിയും ചീറ്റലും സംസാരവുമെല്ലാം അദ്ദേഹം വ്യക്തമായി കേട്ടു. ആ സംഭാഷണ ശകലെ ശ്രദ്ധിച്ചപ്പോൾ അപകടം പിണഞ്ഞു വരുന്നത് മരുമകൻ സോമൻ നായരാകുമെന്ന് അദ്ദേഹം ഊഹിച്ചു. ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ വിഡ്ഢിത്തമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് പിള്ള ആരോടുമൊന്നും പറഞ്ഞില്ല. പക്ഷേ അന്നു വൈകുന്നേരം സ്കൂട്ടറിൽ നിന്ന് വീണ് കൈയും കാലിനും ചില്ലറ പരിക്കുകളും ബാൻഡേജുമായി സോമൻ നായരെ വീട്ടിൽ കൊണ്ടുവന്നു. നേരത്തെ പിള്ള കേട്ട നിലവിളിയും സംസാരവും വള്ളി പുള്ളി തെറ്റാതെ വീണ്ടും കാതിലെത്തി. അതോടെ പിള്ളയുടെ മനസ്സ് ഉഷാറിലായി. ഭാവിയിലേക്ക് തുറന്നു പിടിച്ച കണ്ണുമായിരുന്നപ്പോൾ രാത്രി 9 മണിക്ക് വീട്ടിലെ കറണ്ട് പോകുന്നതും അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ വിളക്കുകൾ തെളിയുന്നതും 10:30 മണിക്ക് അടുത്ത വീട്ടിലെ ആശ എന്ന പെൺകുട്ടി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ച സത്വാർത്തയുമായി ആശയുടെ അച്ഛൻ RP മേനോൻ വീട്ടിലെത്തുന്നതും 12 മണിക്ക് തൊട്ടു മുമ്പ് റോഡിലൂടെ ഒരു ഫയർ എഞ്ചിൻ മണിയടിയുമായി അലറിപ്പാഞ്ഞു പോകുന്നതും അദ്ദേഹം മുൻകൂട്ടി കണ്ടു. മൂന്നും അതുപോലെ സംഭവിച്ചു. ആ രാത്രി പിള്ളയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൊട്ടിവിരിഞ്ഞു. ഈ അപൂർവ സിദ്ധി നീണ്ടു നിൽക്കുകയും അത് വളർത്തിയെടുക്കുകയും ചെയ്താൽ താൻ ഇത്രകാലം അനുഭവിച്ച അപമാനവും വേദനയും പാടെ അകലുമെന്നും അതിൻ്റെ സ്ഥാനത്ത് ആദരവും ആരാധനയും നിറയുമെന്നും അറിയാൻ പിള്ളയ്ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഏറെ വർഷങ്ങൾക്കു ശേഷം താൻ പിറ്റേന്ന് വെളുപ്പിന് നടക്കാനിറങ്ങുന്നത് പിള്ള കണ്ടു. വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഉണരുന്നതിന് മുമ്പേ ഇറങ്ങി. ഏറെ നാൾ കൂടിയാണ് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 17 വർഷവും 9 മാസവുമാകുന്നു. ഇക്കാലം കൊണ്ട് റോഡിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പണ്ട് തരിശായി കിടന്നിരുന്ന കുന്നിൻ്റെ സ്ഥാനത്ത് ഒരേ മട്ടും ഭാവവുമുള്ള അസംഖ്യം ക്വാർട്ടേഴ്സുകൾ. ഒരുപാട് നടന്നു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം നിന്നു. ചെറുതായി കിതയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ നേരത്തത് വകവച്ചില്ല. ആ നിൽപ്പിൽ നിന്ന് കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള സംഭവങ്ങളിൽ ഇഷ്ടമുള്ളതൊക്കെ ഓർത്തെടുത്തു. അപ്പോഴേക്കും സൂര്യൻ ഉയരാൻ തുടങ്ങി. മൈതാനത്തിലെ പുൽത്തകിടിയിലെ തുമ്പുകളിൽ കോടി സൂര്യന്മാർ വെട്ടിത്തിളങ്ങി. ആ തിളക്കവും നോക്കിയിരിക്കെ പിള്ളയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. ആ ആനന്ദാശ്രുക്കളുമായി അദ്ദേഹം ഉറങ്ങി. പിന്നെ ഓരോരോ ഇരുട്ടുകൾ അണിയണിയായി വന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇരുട്ട് നിറച്ചു. മൈതാനത്തു നിന്ന് ശങ്കരനാരായണ പിള്ളയുടെ മഞ്ഞുനനവുള്ള ജഡം വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാർക്ക് ദുഃഖത്തേക്കാളേറെ അമ്പരപ്പായിരുന്നു. ഇതെപ്പോഴിറങ്ങിപ്പോയി, എന്തിനിറങ്ങിപ്പോയി, അതും പരസഹായമില്ലാതെ ഇത്ര ദൂരത്തേക്ക്?